ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നമുക്ക് രണ്ട് കരങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഉച്ചസ്വരത്തിൽ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന 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 ഈശോയേ 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 ഈശോയേ. ആരാധിക്കുന്ന 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 ആരാധിക്കുന്ന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന 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 ആരാധിക്കുന്ന. നമുക്ക് പാടി ആരാധിക്കാം. ദൈവപിതാവിന് ആരാധന, 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 ദൈവപിതാവിന് ആരാധനകൾ വീശിക്കൊണ്ട് ഹല്ലേലൂ 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 ഹല്ലേലൂയാ. 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 യേശുനാഥന് ആരാധന, 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 യേശുനാഥന് ആരാധന. ഹല്ലേലൂ 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 ഹല്ലേലൂയാ. 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 പരിശുദ്ധാത്മാവിന് ആരാധന, 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 പരിശുദ്ധാത്മാവിന് ആരാധന. ഹല്ലേലൂ 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 ഹല്ലേലൂയാ. ഹല്ലേലൂ 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 ഹല്ലേലൂയാ. ഹല്ലേലൂ 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 ഹല്ലേലൂയാ.
ഹല്ലേലു 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന യേശുവേ യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ആരാധിക്കുന്ന 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 യേശു 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 ഹല്ലേലൂയ 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 നമുക്ക് ഇടതും വലതുമുള്ള ആളുകളേക്ക് കൈ കോർത്ത് പിടിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈശോയെ, എൻ്റെ ഇടതും വലതും പുറകിലും മുമ്പിലുമുള്ള സഹോദരങ്ങളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ എനിക്ക് അറിഞ്ഞുകൂടാ, ഒരുപക്ഷെ ഇനിയും കണ്ടുമുട്ടാനും സാധ്യതയില്ല. എങ്കിലും കർത്താവേ, അവരുടെ വേദനകളും സങ്കടങ്ങളും നിയോഗങ്ങളും നെടുവീർപ്പുകളും അങ്ങേക്കറിയാം. അവിടുന്ന് അവരുടെ കണ്ണുനീർ തുള്ളികൾ എണ്ണിയിട്ടുള്ളവരാണ്. ഈശോയെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഈ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മാലാഖമാരും ദൈവദൂതന്മാരും സകല സാക്ഷികളും നിന്നെ സ്തുതിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നെ മഹത്വപ്പെടുത്തിയാണ് കർത്താവേ. ഞങ്ങൾ ഈ കൈപിടിച്ചിരിക്കുന്ന ഇടതും വലതുമുള്ള സഹോദരങ്ങളെ, അവരുടെ മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, മക്കളെ, ഈശോയെ, ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യതയുടെ കാലത്ത് നിൻ്റെ വലതുവശത്ത് ഇവരെ വീണ്ടും കാണുവാൻ, അവരോടുകൂടി നിന്നെ ആരാധിച്ച് ഉണങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധൂർത്തപുത്രൻ ആഗ്രഹിച്ച തവിടും പിണ്ണാക്കിനേക്കാളും ഉപരി സ്വർഗത്തിൻ്റെ മുദ്രാമോതിരം ഞങ്ങളെ അണിയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശ്വാസത്തിൽ കിരണങ്ങൾ ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന്, ആശ്വാസം തടസ്സങ്ങളിൽ നിന്ന് നീക്കുന്നതിന് പ്രാർത്ഥിക്കൊണ്ട്, ഞങ്ങളുടെ ഹൃദയങ്ങളെ സൗഖ്യപ്പെടുന്ന കർത്താവേ, നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി കർത്താവേ സ്തുതിക്കുന്നു ദൈവമേ. സ്വർഗത്തിൽ വസിക്കുന്ന ഞങ്ങളുടെ പിതാവേ, മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. കൃപയാരേ കൃപയാരേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. എൻ്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എൻ്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. കൃപയാരേ കൃപയാരേ കൃപയാലനുദിനവും,
കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കർത്താവിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഹിതത്തിന് സ്വയം വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ കൂട്ടായ്മ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ആടി സ്തുതിക്കട്ടെ. യേശു നിന്റെ കൃപാവരങ്ങൾ ഈ സമൂഹത്തിലേക്ക് വർദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. വെളിപാട് 12:1 അഭിഷേകം. സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരത്തിൽ 12 നഖങ്ങൾ കൊണ്ടുള്ള കിരീടം. ഇതാ ശിരത്തിൽ 12 ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കർത്താവേ, സ്വർഗം തുടങ്ങിയിറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിലേക്ക് വർഷിക്കപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അപ്പസ്തോൽ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോൽ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കട പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന 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 ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ശാന്തമായി സ്വസ്ഥാനങ്ങളിലിരിക്കുക. ലൂക്ക 24:45 അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി തക്കവിധം അവൻ അവരുടെ ഹൃദയങ്ങളെ തുറന്നു. നാം ഈ വചനവേദിയിൽ കേട്ട് തിരുവചനങ്ങൾ അത് അഭിഷേകമാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ, തവിടും പിണ്ണാക്കുമല്ല എനിക്ക് ആവശ്യം, സ്വർഗത്തിൻ്റെ മുദ്രാമോതിരമാണ്. എൻ്റെ ലക്ഷ്യങ്ങളെ അവ പുനഃക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ വ്യാമോഹങ്ങളിൽ കടന്നുഴലാതെ നിന്നെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ അവിടുന്ന് പറഞ്ഞുവല്ലോ,
ആദ്യം നിങ്ങൾ സ്വർഗത്തിൻ്റെ നീതി അന്വേഷിക്കുക, വാക്കെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. എൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണനകളെ പുനഃക്രമീകരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ കൂട്ടായ്മയിൽ നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച അനേകം മക്കളെ പോലെ എൻ്റെ ജീവിതത്തെയും മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദനകളും നിയോഗങ്ങളും കർത്താവേ, അനേകം ഗോതമ്പ് മണികൾ നുറുങ്ങിപ്പൊടിഞ്ഞ് ഒരു ഗോതമ്പ് മപ്പായി അത് ദിവ്യകാരുണ്യമായി മാറിയതുപോലെ ഞങ്ങളുടെ ഇടതും വലതും മുൻപിലും പുറകിലുമുള്ള സഹോദരങ്ങളുടെ വേദനകളോടും നിയോഗങ്ങളോടും ചേർത്ത്, കണ്ണുനീരിനോട് ചേർത്ത് ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. അതൊരു ദിവ്യകാരുണ്യമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതങ്ങൾ മുറിച്ചു കൊടുക്കുവാൻ, അപ്പമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ. ഈശോ, അബ്രാഹത്തെ അവിടെ നിന്ന് അനുഗ്രഹിച്ചത് അങ്ങനെയാണല്ലോ. അബ്രാഹാം, നീ ഒരു അനുഗ്രഹമായി തീരും. എൻ്റെ ഭവനത്തിൽ ഞാനൊരു അനുഗ്രഹമായി തീരട്ടെ, എൻ്റെ സഭയിൽ ഞാനൊരു അനുഗ്രഹമായി തീരട്ടെ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാനൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് അവിടുത്തെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീപ്പോരെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീപ്പോരെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീപ്പോരെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. വിശ്വാസത്തോടെ ആത്മാവ് വർദ്ധിക്കപ്പെടട്ടെ, വർദ്ധിക്കപ്പെടട്ടെ. നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീപ്പോരെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ,
കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. 49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തിന്റെ അഭിഷേകം തീരുവാൻ വേണ്ടി ഒരുങ്ങട്ടെ. ഉൽപ്പത്തി 12:2 ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും. നീ അങ്ങനെ ഒരു അനുഗ്രഹമായി തീരും. കർത്താവേ, എന്റെ ജീവിതത്തെ നീ അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട്, ആഗ്രഹങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട്, വിട്ടുകൊടുത്തുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. അകനാരിൽ അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക, വചനത്തിൻ സാക്ഷികളാകാൻ ദൈവം നൽകിടുക. അകതാരിൽ അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക, വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക. ദൈവശക്തിയാം വരങ്ങളും ദൈവസ്വഭാവമാം ഫലങ്ങളും ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചുരുങ്ങിടുക. ഇത് പുതിയൊരു പെന്തക്കോസ്താ ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തിൽ കാറ്റാഞ്ഞു വീശട്ടെ. ഇത് പുതിയൊരു പെന്തക്കോസ്താ ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തിൽ കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയിലെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും. ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനെ ദാഹിച്ചുകൊണ്ട് അവിടുത്തെ സാക്ഷികളാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. അതരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഈശോ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ വർഷിക്കണമേ. ഈ കൂട്ടായ്മയിലേക്ക് വർഷിക്കണമേ. ഈ വചന കൂടാരത്തിലെ നിന്റെ ശക്തി വർഷിക്കുവാൻ വേണ്ടി കിഴക്കുനിന്നും വടക്കുനിന്നും പടിഞ്ഞാറുനിന്നും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവേ, നിന്റെ ആത്മാവിനാൽ ഊർജിതമാക്കുവാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്ന ദൈവമേ, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുക്കണമേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ശക്തി എന്നിൽ ഒഴുക്കണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനും കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനും കുറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ തുറന്ന് പിടിച്ച് കണ്ണുകളടച്ച് നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ച്, ഇന്ന് സ്വർഗം നിൻ്റെ അടുത്ത് വന്ന് നിന്നോട് ചോദിക്കുകയാണ്, ശക്തനായ ദൈവം നിന്നിൽ ചെയ്യേണ്ട വലിയ കാര്യം അതെന്താണ്? പരിശുദ്ധ അമ്മ പറഞ്ഞു, ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവത്തിന് മാത്രമേ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താണ്
അത് കൃത്യമായിട്ട് തമ്പുരാനോട് പറയുക. ഞാൻ വിശ്വസിക്കുന്നു. 1 ദിനവൃത്താന്തം 4:10 നമ്മൾ നല്ലൊരു പ്രാർത്ഥന, യാവാസിൻ്റെ നല്ലൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. എല്ലാ വിപത്തുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ഈശോയെ, എൻ്റെ ഈശോയെ, ശക്തനായ ദൈവത്തിന് മാത്രം എനിക്ക് തരാൻ പറ്റുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. യാവാസ് പ്രാർത്ഥിച്ചില്ലേ? ദൈവമേ, എന്നെ അനുഗ്രഹിച്ച്. ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സത്യത്തിൽ നമ്മൾ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ തുടങ്ങുന്നത്. അതുവരെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. സ്വർഗം പണിയാൻ ഈശോയെ, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. കർത്താവേ, ഈശോയെ, കടന്നു വരണമേ. അങ്ങയുടെ കരം എൻ്റെ കൂടെ ഉണ്ടാകണമേ. മറ്റൊന്നും വേണ്ട കർത്താവേ, മറ്റൊന്നും വേണ്ട. എന്നിൽ അങ്ങ് വസിക്കണമേ. പരിശുദ്ധ അമ്മ ഈശോ വസിക്കുന്ന ഒരാലയമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ ഭൂമിക്ക് അതൊരു സ്വർഗമായിരുന്നു. അതുകൊണ്ട് മറിയത്തെ സ്വർഗമെന്ന് വിളിച്ചു. അതുപോലെ എന്നിലേക്ക് വന്ന് വസിക്കണമേ. പരിശുദ്ധ അമ്മയിൽ ഈശോ വന്ന് വസിച്ചതുപോലെ എന്നിലേക്ക് വന്ന് വസിക്കണമേ. ഈശോയ്ക്ക് വസിക്കാൻ അമ്മയെ തിരഞ്ഞെടുത്തതുപോലെ ഈശോയ്ക്ക് വസിക്കാൻ, ഈശോയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമായി എന്നെ തിരഞ്ഞെടുക്കണമേ. ശക്തനായവൻ ചെയ്ത ഏറ്റവും മഹത്തായ അത്ഭുതം മറിയം സ്വർഗത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാകയാൽ എന്നെയും തിരഞ്ഞെടുക്കണമേ. സ്വർഗത്തിന് വേണ്ടി എന്നെയും തിരഞ്ഞെടുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തെ തിരഞ്ഞെടുക്കണമേ. എൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കണമേ. സ്വർഗം സൃഷ്ടിക്കാൻ, ഈ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാൻ, ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ, ദൈവം എന്നിൽ വസിക്കുന്നെങ്കിൽ ഞാൻ എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെ മെല്ലെ സ്വർഗമായി തീരും. ദൈവം എന്നിൽ വസിക്കാത്തപ്പോൾ പിശാച് എന്നിൽ വസിക്കും. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടമെല്ലാം നരകമായി തീരും. അവിടെ ഭിന്നിപ്പുണ്ടായിരിക്കും, ശത്രുതയുണ്ടായിരിക്കും, വിദ്വേഷമുണ്ടായിരിക്കും, കുറ്റപ്പെടുത്തലുകളുണ്ടായിരിക്കും, പരദൂഷണമുണ്ടായിരിക്കും, പരസ്പരം അപമാനിക്കും, പഴിചാരും, എല്ലാവിധത്തിലും അസ്വസ്ഥപ്പെടുത്തും, വേദനിപ്പിക്കും, കുത്തിമുറിവേൽപ്പിക്കും, വലിച്ചു കീറും, അപമാനിക്കും, അവഗണിക്കും. അത് നരകമാണ്. ദൈവമില്ലാത്തിടമാണത്. ഓ എൻ്റെ ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തിലേക്ക് വന്ന് വസിക്കണമേ. എൻ്റെ മക്കളിലേക്ക് വന്ന് വസിക്കണമേ. എൻ്റെ മക്കളിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് പിശാചിനെ ആട്ടിപ്പായിക്കണമേ. ഈശോയെ, നന്ദി കർത്താവേ. എല്ലാ നാരിക ശക്തികളുടെയും ഭരണം അവസാനിപ്പിക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേലുള്ള എല്ലാ നാരിക ശക്തികളുടെയും ഭരണം അവസാനിപ്പിക്കണമേ. ഞാനും പ്രാർത്ഥിക്കുന്നു, ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ കർത്താവേ. എല്ലാ വിപത്തുകളിൽ നിന്നും എന്നെ കാക്കണമേ കർത്താവേ. അങ്ങയുടെ കരം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ ദൈവമേ. ഈശോയെ, കരങ്ങൾക്ക് ബലം തരണമേ. സ്വർഗം പണിയാൻ, സ്വർഗമാകാൻ, സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ. യാവാസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യവേലയ്ക്ക് കർത്താവേ സ്വർഗം പണിയാൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു. അവൾ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിക്കുന്ന ദൈവമേ, തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിക്കുന്ന ദൈവമേ,
ഞങ്ങളെ അങ്ങ് കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ച സർവശക്തനായ ദൈവമേ, എളിമയെന്ന പുണ്യം നൽകി, വിനയമെന്ന പുണ്യം നൽകി, സ്നേഹം ഹൃദയത്തിൽ നിറച്ചു തന്ന് ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. കുറച്ചും കൂടെ സ്നേഹിക്കാൻ, കുറച്ചും കൂടെ ക്ഷമിക്കാൻ, കുറച്ചും കൂടെ വിട്ടുകൊടുക്കാൻ ഈശോയെ കൃപ തരണമേ കർത്താവേ. ഈശോയെ അങ്ങനെ സ്വർഗം പണിയാൻ കൃപ തരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി കർത്താവേ. ആഗ്രഹിച്ച് ചോദിച്ചേ കർത്താവേ, എൻ്റെ മേലെ എന്നെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ നന്ദി. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ രക്ഷ അവിടുന്ന് എന്നിലേക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരിലേക്കെല്ലാം കർത്താവ് വലിയ ആനന്ദം പകരുകയാണ്, വലിയ സന്തോഷം നൽകുകയാണ്, വലിയ സമാധാനം നൽകുകയാണ്. ഈശോ തന്നെ അവരുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് വസിക്കുകയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധ അമ്മയുടെ ആ സ്തുതിഗീതങ്ങളോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു. അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ ഈശോയെ ആരാധിക്കുന്നു. അമ്മയോട് ചേർന്നിരുന്ന് ഞങ്ങൾ ഈശോയെ ആരാധിക്കുന്നു. എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് കർത്താവിനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിന് നന്ദി പറയുന്നു. അമ്മയോടൊപ്പം എനിക്കും ആയിരിക്കണം. സ്വർഗത്തിലിരുന്ന് എൻ്റെ അമ്മ ഈശോയെ കണ്ടാരാധിക്കുന്നത് പോലെ അമ്മയോടൊത്ത് ഈശോയെ ആരാധിക്കാൻ കൃപ തരണം. അമ്മയെ ആഗ്രഹിക്കുന്ന മക്കളെല്ലാം സ്വർഗത്തിലെത്തണമെന്ന്, എൻ്റെ മക്കളെല്ലാം എൻ്റെ അടുത്ത് എത്തണമെന്ന് അമ്മയെ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കും അമ്മയോടൊത്തായിരിക്കണം. ഈശോയെ സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക്, സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക്. ആമേൻ, ആമേൻ. സ്വർഗത്തിൻ്റെ പ്രഭ വീശണമേ, സ്വർഗത്തിൻ്റെ പ്രകാശം വീശണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സ് ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ സ്വർഗത്തിൻ്റെ ആനന്ദം, സ്വർഗത്തിൻ്റെ അനുഭവം അങ്ങ് ഞങ്ങൾക്ക് തരണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സ് ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ സ്വർഗീയ ചിന്തകള്, സ്വർഗീയ അനുഭവങ്ങള് ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ചേ. കരങ്ങൾ താഴ്ത്തി ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശാന്തമായിക്കുകയും ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവെ, കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സ് ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ ആ സ്വർഗത്തിൻ്റെ അലൗകികമായ ഒരു അനുഭവം ഈ ആരാധനയിൽ അങ്ങ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 3 വ്യക്തികളെ ഈശോ പ്രത്യേകം മാറ്റി നിർത്തി അനുഗ്രഹിക്കുന്നുണ്ട്. ഓസ്തിയിൽ ഈശോയെ കാണാനുള്ള കൃപ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ നന്ദി കർത്താവേ. ഈശോയെ ബന്ധനങ്ങൾ, പലരുടെയും ജീവിതത്തിൽ നിന്ന് ബന്ധനങ്ങൾ ഈശോ അഴിച്ചു മാറ്റി സ്വതന്ത്രരാക്കുന്നുണ്ട്. കർത്താവ് നമുക്ക് നൽകിയൊരു വാഗ്ദാനമാണ് സങ്കീർത്തനം 107:20. വചനമയച്ച് ഞാൻ അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കും, ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കും, ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കും. അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഞാൻ എൻ്റെ വചനമയച്ച് ഞാൻ അവരെ സുഖപ്പെടുത്തും. സ്വയങ്ങളുടെ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. പകർച്ചവ്യാധികൾ മാറാൻ ഈശോയോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. കുടുംബത്തിലെ, സമൂഹത്തിലെ അന്തഃഛിദ്രത്തിൻ്റെ ദുരാത്മാവെ വിട്ടുപോകാൻ കർത്താവ് ഇടവരുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൂടുതൽ അനർത്ഥങ്ങൾ, ഭൂമികുലുക്കം മുതലായ അനർത്ഥങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ, ഭൂമികുലുക്കം മൂലം വിഷമിക്കുന്നവർക്ക് സമാധാനം ലഭിക്കാൻ, സംരക്ഷണം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. ഈശോയെ, ജീവിതമാർഗം ഒന്നുമില്ലാതിരുന്നൊരു കുടുംബത്തിന് ഉപജീവന മാർഗം കർത്താവ് തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി കർത്താവേ. ഒരു ഹാർട്ട് പേഷ്യന്റിന് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒത്തിരി യുവാക്കളെ ശക്തരായി തീരുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. ഈശോയെ നന്ദി. വിവാഹമോചനത്തിന് വേണ്ടിയിട്ട്
ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് ശാസിക്കുന്നു. രമ്യതയിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. തിന്മയുടെ വലിയ ബന്ധനങ്ങൾ തകർക്കപ്പെടുന്നതായിട്ട് ഈശോ വീണ്ടും വെളിപ്പെടുത്തുന്നു. ഈശോയെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഈശോയെ 12 അപ്പസ്തലന്മാരുടെ ശക്തമായ മാധ്യസ്ഥം നമ്മുടെ ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്നു. ഈശോയെ നന്ദി കർത്താവേ. സന്ധിവാദം മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. സൈനസൈറ്റിസിന്റെ രോഗം മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതി. വലിയൊരു അഭിഷേകത്തിന്റെ നദി കർത്താവ് തുറന്നു വിട്ട് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതി 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 സ്തുതി. ഒട്ടും ആകുലപ്പെടേണ്ട, ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അനുഗ്രഹമെന്ന് ഈശോ ഒരു വ്യക്തിയോട് പറയുന്നു. ഒരു അഡ്വക്കേറ്റിന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി. വലിയൊരു തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. മധ്യസ്ഥം പ്രാർത്ഥിക്കുക, അത് മാറിപ്പോകട്ടെ. റോസമ്മ എന്നു പേരുള്ളൊരു മകളെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. കാലിന്റെ കുഴയ്ക്ക് വേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. നടുവിന് ബെൽറ്റ് ഇടുന്ന അവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ ഒരു കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. വൈദികർക്ക് വേണ്ടി നമ്മളോട് ഒത്തിരി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. ഒത്തിരി ദാരിദ്ര്യ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സങ്കടം അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് കർത്താവ് നന്നായി പഠിക്കാനും അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കുന്നു. എഴുതാനുള്ള കൃപ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. പല്ല് വേദനയും മോണപിഴുപ്പും കർത്താവ് മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു. പ്രേമബാധയെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് അതിൽ നിന്നുള്ള സൗഖ്യം കൊടുത്ത് എപ്പോഴിങ്ങനെ പ്രേതത്തെ സ്വപ്നം കാണുക, പ്രേതത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുക, അതിങ്ങനെ ഓർത്ത് ഭയപ്പെടുന്ന ഒരവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു ചിന്ത, പ്രേതം എന്നുള്ളൊരു ചിന്ത എടുത്തു കളഞ്ഞ് കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കർത്താവ് വ്യക്തികളെ ഒരുക്കുന്നു. നന്ദി കർത്താവെ സ്തുതിക്കുന്നു. വയറുവേദന മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. മദ്യപാനിയായ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. അമിതമായ ടെൻഷൻ മൂലം അസ്വസ്ഥപ്പെടുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ടെൻഷൻ എടുത്തു മാറ്റി വലിയ ശാന്തം നൽകി അനുഗ്രഹിക്കുന്നു. കൂടെ പനി വന്നിട്ട് വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. മകളുടെ വിവാഹം നടക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നു. ഈശോയെ നന്ദി കർത്താവെ. അശുദ്ധ ബന്ധത്തിൽ നിന്ന് പിന്തിരിയാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. തലയിൽ പേൻ ശല്യം മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. 7 കുട്ടികളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നു. 3 കുട്ടികൾക്ക് പ്രത്യേകം കൃപകൾ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോ ശരി. പുതിയ വാഹനം വാങ്ങാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ ഹാർട്ട് അറ്റാക്ക് വരുമോ എന്നോർത്ത് ഭയപ്പെടുന്നു. കർത്താവ് ആ വ്യക്തിക്ക് നല്ല ആത്മധൈര്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ക്യാൻസർ രോഗിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. 10 സെന്റ് സ്ഥലത്തിന്റെ കാര്യത്തിൽ കർത്താവ് ഇടപെടുന്നു. സ്തോത്രം കർത്താവേ. സ്വാർത്ഥപരമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയോട് വിശാലമാകാൻ പറയുന്നു, മനസ്സ് വിശാലമാക്കാൻ പറയുന്നു. സഹോദര സ്നേഹത്തിലേക്ക് കടന്നു വരാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടുവിന് വേദനയ്ക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. പൈൽസ് രോഗിയായ ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ദൈവമേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവോസ്തി വൈദികൻ വിഭജിക്കപ്പെടുന്ന സമയത്ത് വലിയൊരു ദൈവാനുഭവം കൊടുത്ത് കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. സഹോദരങ്ങളോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കുന്നു. സ്തുതിക്കുന്ന ദൈവമേ. പണം സമ്പാദിക്കാനുള്ള ആർത്തി ഉപേക്ഷിക്കാൻ കർത്താവ് ഒരു വ്യക്തിക്ക് കൃപ കൊടുക്കുന്നു. ഈശോയെ നന്ദി കർത്താവേ. സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, കടന്നു വരണമേ. സ്തുതി 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 സ്തുതി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. മധ്യസ്ഥം പ്രാർത്ഥിക്കാം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. നമ്മൾ ചോദിക്കുന്നത് എന്തും ദൈവം നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. എല്ലാ നിയമങ്ങളും ദൈവത്തിന് മുമ്പിൽ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വളരെ പ്രത്യേകമായിട്ട്
ഒരു ലിബിൻ്റെ എന്നൊരു മകനെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുവാണ്. അവൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ശക്തമായ അഭിഷേകം കടന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, അവൻ്റെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, മനസ്സിലേറ്റ വലിയ മുറിവുകൾ സങ്കടങ്ങളെല്ലാം ഈശോ തൊട്ട് സുഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിന്നെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന രോഗിയായിരിക്കുന്ന ലാസ്യ എന്ന പേരുള്ള ഒരു മകളെ പ്രത്യേകം സമർപ്പിക്കുകയാണ്. ഈശോയെ ആ മകളെ തൊട്ട് സുഖപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ. കടന്നു വരണമേ. പോലെ രോഗിയായി മകൻ്റെ അപ്പന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മകനെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു ജോലി കിട്ടാതെ വിഷമിക്കുന്ന ജോയ് എന്ന പേരുടെ ഒരു മകനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠനത്തിൽ ഉന്നത വിജയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആൻമരിയ എന്ന മകളെ സമർപ്പിക്കുന്നു. നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തോമസ് ജോൺ എന്ന മകനെ സമർപ്പിക്കുന്നു. വിദേശത്ത് ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അഞ്ചു എന്ന മകളെ സമർപ്പിക്കുന്നു. വീസ തടസ്സം മാറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അനിഷ ബെന്നി എന്ന മകളെ സമർപ്പിക്കുന്നു. B2 എക്സാമിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മരിയ എന്ന മകളെ സമർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവ്യ ജോസ് എന്ന മകളെ സമർപ്പിക്കുന്നു. കേൾവി ശക്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അനിറ്റു മരി എന്ന മകളെ സമർപ്പിക്കുന്നു. മാനസാന്തരം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഷൈനി എന്ന മകളെ സമർപ്പിക്കുന്നു. ഓർമ്മശക്തി ലഭിക്കാനും കാഴ്ചശക്തി ലഭിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്ന മേരി എന്ന മകളെ സമർപ്പിക്കുന്നു. ട്യൂമർ സൗഖ്യമാക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഷൈബി എന്ന മകളെ സമർപ്പിക്കുന്നു. വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്ന സാന്ദ്ര എന്ന മകളെ സമർപ്പിക്കുന്നു. മദ്യപാനത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന സാവിയോ എന്ന മകനെ സമർപ്പിക്കുന്നു. കഴുത്തിൻ്റെ ഞരമ്പിൻ്റെ വേദന മാറാൻ ആഗ്രഹിക്കുന്ന ബേബി എന്ന മകനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. വെരിക്കോസ് വെയിൻ മൂലം വിഷമിക്കുന്ന ലീലാമ്മ എന്ന മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ബേബി എന്ന മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉറക്കം ലഭിക്കാനുണ്ടെന്ന് ആഗ്രഹിക്കുന്ന റോസമ്മ എന്ന മകളെ സമർപ്പിക്കുന്നു. സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തോമസ് എന്ന മകനെ സമർപ്പിക്കുന്നു. വിവാഹ തടസ്സം മാറേണ്ട ആൻഡോ എന്ന മകനെ സമർപ്പിക്കുന്നു. ജർമ്മൻ പരീക്ഷ എഴുതുന്ന ജീവൻ ജോസഫ് എന്ന മകനെ സമർപ്പിക്കുന്നു. ഇവരിലേക്കെല്ലാം അവിടുത്തെ കൃപ സമൃദ്ധമായിട്ട് ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ആത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുന്ന ഷെറിൻ എന്ന മകനെ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ നഷ്ടപ്പെട്ടു പോയ പേഴ്സ് തിരികെ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ജോർജ് എന്ന മകനെ സമർപ്പിക്കാം. ജോലി തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന പയസ് എന്ന മകനെ സമർപ്പിക്കാം. രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന സനീഷ് എന്ന മകനെ നമുക്ക് സമർപ്പിക്കാം. ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി സ്ഥലം വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മേരി എന്ന മകളെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് വലത്ത് കരം ഉയർത്തിപ്പിടിച്ചിട്ട് ആരെല്ലാം ഈ സാൻജോ ഭവനിലേക്ക് ഫോൺ വഴിയും നേരിട്ടും ഒക്കെ വന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടോ അവരെല്ലാവരും കർത്താവിനെ നമുക്ക് സമർപ്പിക്കാം. ദൈവമേ കടന്നു വരണമേ. ഈ ആലയത്തിൽ വന്ന് ഈ ദൈവകരുണയുടെ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നിയോഗം വെച്ച് കർത്താവെ 9 ആഴ്ചയും 12 ആഴ്ചയും ഒക്കെ വെക്കുന്നവർ പിന്നെ സ്ഥിരമായിട്ട് വന്ന് ദൈവത്തെ ഈ കരുണയുടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം സ്വീകരിക്കുന്നവരെ എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ സമർത്ഥമായിട്ട് ഒഴുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, ആശുപത്രികളിലൊക്കെ രോഗികളായി കഴിയുന്നവരെ ഓർക്കുന്ന കർത്താവേ, പലതരത്തിലുള്ള മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ ഓർക്കുന്ന കർത്താവേ, ഈശോ ഈ ആലയത്തെ നമുക്ക് ഓർക്കാം. 2 കരങ്ങൾ ഉയർത്തിക്ക് ഈ സഞ്ജഭവനെ ഈശോയ്ക്ക് ഒന്ന് സമർപ്പിച്ച് കർത്താവിൻ്റെ കരുണയുടെ കൂടാരത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവ കരുണയുടെ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് അത്ഭുതകരമായ രീതിയിൽ ക്രമീകരിച്ച് തന്ന് ആലയത്തിന് അഭിഷേകം വർദ്ധിപ്പിച്ച് ആലയത്തിൻ്റെ ആവശ്യങ്ങളെ ദൈവം അത്ഭുതകരമായിട്ട് ഏറ്റെടുത്ത് ആലയത്തെ അനുഗ്രഹിക്കണമേ. ഒരുപാട് മക്കൾ ഇനിയും കടന്നു വന്ന് ഈശോയുടെ ആരാധനയിൽ പങ്കുചേർന്ന് ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇനിയും നിന്റെ ആലയത്തിലേക്ക് വരാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചന കൂടാരത്തിൽ നിറഞ്ഞ ആളുകൾ വന്ന് ഈശോയെ ആരാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവകരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഇവിടെ വരുന്ന മക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടന്നു വരണമേ. ഹല്ലേലൂയ. കർത്താവേ, ഇടപെടണമേ. ഈശോയെ ഇടപെടണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ദൈവമേ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കരങ്ങളടിച്ചു പാടാം. കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതേ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതേ വഹിക്കും പോലെ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി ഈശോയേ നിനക്ക്, നന്ദി ഈശോയേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തുന്നത്. നിന്നത് കൃപയാൽ ദൈവകൃപയാൽ നിർത്തിയിടും, ദയയാൽ നിത്യദയയാൽ. ഹല്ലേലൂയ. ഈശോ ആരാധിക്കുന്നു, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു ഈശോ, 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 ഈശോ. ആരാധിക്കുന്നു. സഹായിക്കുവാൻ അവിടുന്ന് വിഹായത്തിലൂടെ മഹത്വപൂർണനായി മേഘങ്ങളിൽ സഞ്ചരിക്കുന്ന കർത്താവ് ഇതാ നിന്റെ പകലേ ദിവ്യകാരുണ്യമായി കടന്നു വരുന്നു. അവനെ ആരാധിക്കുവിൻ, അവനെ മഹത്വപ്പെടുത്തുവിൻ. അവന്റെ പകലേക്ക് നിന്റെ നിയോഗങ്ങൾ സമർപ്പിക്കുക. കണ്ണുനീർ ധാരധാരെ ഒഴുകിയത് നിന്റെ കണ്ണുനീർ തൊടുകൾ ഒപ്പുന്ന കർത്താവ് നിന്റെ പകലേക്ക് വരുന്നു. സ്തുതിച്ചേ, അവനെ ആരാധിച്ച് സ്തുതിച്ചേ, ശരണപ്പെട്ട് സ്തുതിച്ചേ. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ, തിരുവരസുതനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ, തിരുവരസുതനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ശാന്തമാക്കുവാൻ നിന്റെ പക്കലേക്ക് വരുന്നു. അവന് കൊടുക്ക്, നിന്റെ വേദനകൾ അവന് കൊടുത്തേ. കർത്താവ് നിന്നെ സുഖപ്പെടുത്തുകയില്ലേ, കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തുകയില്ലേ, കർത്താവ് നിന്റെ ബന്ധനങ്ങൾ അഴിച്ചുവിടുകയില്ലേ. അവൻ ശക്തനായ കർത്താവ്, ഇന്നലെയും ഇന്നും ഒരുവനായിരിക്കുന്നവൻ ഈശോ നിന്റെ പക്കലേക്ക് വരുന്നു. കർത്താവേ എന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ, ഹൃദയം തുറന്ന് വിളിച്ചേ. ഹൃദയം തുറന്ന് വിളിക്കുന്നവർക്ക് അവൻ സമീപത്ത് ശാപത്തിൽ നിന്നും എൻ്റെ പ്രാണനെ കാത്തവനെന്നും, പാപത്തിൻ ശാപത്തിൽ നിന്നും എൻ്റെ പ്രാണനെ കാത്തവനെന്നും, പാരിത്തൻ അൻപിന് തുല്യമില്ലൊന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ, തിരുവരസുതനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു ജീവിതത്തിലെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ കരുണയുള്ളവനാണ്. അവന്റെ കരുണയെ ആശ്രയിച്ചുകൊണ്ട് ഈശോയെ എന്ന് വിളിച്ചേ, ഈശോ എന്ന് വിളിച്ചേ. ആയിരം നാവുകളാലും 10,000 വാക്കുകളാലും, ആയിരം നാവുകളാലും 10,000 വാക്കുകളാലും, ആദിവ്യ സ്നേഹമവർണ്യമാരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ, തിരുവരസുതനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു ഈശോയെ, ഈശോ ആരാധന, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിലേക്ക് നിന്റെ മക്കളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇവരെ അനുഗ്രഹിക്കാതെ നീ കടന്നു പോകരുതേ എന്ന് പ്രാർത്ഥിച്ചേ. ഈശോ
എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിച്ച്, എൻ്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച്, അവൻ കർത്താവ് ശക്തനായ ദൈവം നിന്റെ മക്കളിലേക്ക് വരുന്നു, നിന്നോട് ചോദിക്കുന്നു, മകനെ മകളെ നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവരോട് വാ. കർത്താവ് ശക്തനായ ദൈവം കരുണയുള്ളവൻ നിന്നോട് ചോദിക്കുന്നു. നിത്യത തന്നിൽ ഞാനെത്തും, നിന്റെ ദിവ്യ പാദങ്ങൾ ഞാൻ മുത്തും. നിത്യത തന്നിൽ ഞാനെത്തും, നിന്റെ ദിവ്യ പാദങ്ങൾ ഞാൻ മുത്തും. ഭക്തിയാൽ ആനന്ദ സംഗീതം മീട്ടി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുധനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുധനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നന്ദി പറഞ്ഞ് അവനെ സ്തുതിക്കാം, കർത്താവിനെ സ്തുതിക്കാം. ശക്തനായ കർത്താവ് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്തുതിച്ച് നന്ദിയോടെ സ്തുതിച്ച്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവൻ്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നേശുവിന്.